ഹായ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് ലഞ്ചായിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ പോയി നോക്കി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാനിലോട്ട് ഏകദേശം ഒരു 500 ml പാല്, ചൂടുള്ള പാലാണ്, ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കും കേട്ടോ. ഇനി വേണ്ടത് മൈദപ്പൊടിയാണ്. അത് 2 കപ്പ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനിലയുടെ പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലും വിനീഗറും ചേർത്തിട്ടുള്ള ഒരു മിക്സിലോട്ട് നമ്മളിനി ചേർക്കുന്നത് മുട്ടയാണ്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും ചേർക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദപ്പൊടിയുടെ മിക്സ് ആട്ടോ. അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഇല്ലാണ്ട്, കട്ടൊന്നും ഇല്ലാണ്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടി മുഴുവൻ ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ലംസ് ഒന്നും ഇല്ലാണ്ട് വേണം റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ആകണം. കൂടുതൽ വെള്ളം പോലെയോ അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടോ അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാണ് ഇത് മാറ്റുന്നത്. ചെറിയ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാനാണ് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയത്. തവിയിൽ കോരി ഒഴിച്ച് അങ്ങനെ ഇത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പാനിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം ഹീറ്റിലാവണം കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ലോവർ ഹീറ്റിലാണെന്നുണ്ടെങ്കിൽ, കുറഞ്ഞ ചൂട്ടിലാണെന്നുണ്ടെങ്കിൽ കുക്കാവില്ല, പിന്നെ ഒരു തരം കട്ടിയായിരിക്കും. മീഡിയം ഹീറ്റിലാവുമ്പോഴാണ് ഉൾഭാഗത്ത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മീഡിയം ഹീറ്റിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ മറിച്ചിട്ടതിന് ശേഷം അടുത്ത ബാച്ചായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ പാൻ കേക്ക് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതല്ല, ഇതൊക്കെ പണി കേട്ടോ, മെനക്കെടാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒന്നിച്ച് ഒരു തവിയിൽ കോരി ഒഴിച്ചിട്ട് ചെറിയ ദോശയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. കുഞ്ഞി പാൻ കേക്ക് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഉണ്ടാക്കി എടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 4 to 5% കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മോഡലും ആണെങ്കിൽ ഉണ്ടാക്കാം. ഇത് ഞാൻ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയോ അതല്ല, ഏറ്റവും നന്നായിട്ടുള്ളത് ഹണിയാണ് ഇതിന് യൂസ് ചെയ്യുക. മാപ്പിൾ സിറപ്പൊക്കെയാണ് ഇത് കഴിക്കാൻ സാധാരണ യൂസ് ചെയ്യൽ. അപ്പോൾ ഹണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം.